ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീക്ക് നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേയായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. എല്ലാ ദിവസവും ഇനി വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 1നെ കുറിച്ചിട്ടാണ്. നത്തിങ് 2-3 ദിവസം മുന്നെയാണ് നത്തിങ് ഫോൺ 1 ലോഞ്ച് ചെയ്തത്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ നത്തിങ് ഫോൺ 1ൻ്റെ ഞങ്ങളുടെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അഭിപ്രായമാണ്, നത്തിങ് ഫോൺ 1നെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നത്തിങ് ഫോൺ 1 ഒരു ഊതി വീർപ്പിച്ച ബലൂണാണെന്നാണ് എൻ്റെ ഒറ്റ വാക്കുള്ള അഭിപ്രായം. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഞാൻ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ നത്തിങ് ഫോൺ 1നെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതിന് മുന്നേ നത്തിങ് ഫോൺ 1ൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ പ്രത്യേക കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ആദ്യമായിട്ട് വരുന്ന ഒരു വയർലെസ് ചാർജിങ്ങോട് കൂടി ഒരു ഫോണാണ് നത്തിങ് ഫോൺ. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന മിക്ക ഫോണിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 778+ 5G ചിപ്സെറ്റ്, 5G ബാൻഡ്സ് ഒക്കെ. എന്നാലും നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ബിറ്റിൻ്റെ ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നല്ല മികച്ച ഡിസ്പ്ലേ തന്നെയാണ് നത്തിങ് നൽകിയിരിക്കുന്നത്. കൂടാതെ HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേയും കൂടിയാണ്. പിന്നെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 778+ എന്ന 6 നാനോമീറ്ററിലുള്ള ഒരു ഒക്ടാ കോർ 5G ചിപ്സെറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അഡ്രീനോ 642L എന്ന GPUയോട് കൂടി വരുന്ന മികച്ചൊരു ചിപ്സെറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. 778ൻ്റെ ഒരു അപ്ഗ്രഡേഷൻ വരുന്ന ഒരു ചിപ്സെറ്റാണ്. നല്ല ചിപ്സെറ്റ് തന്നെയാണ്. മിക്ക ഫോണുകളിലും ഇപ്പോൾ പുറത്തിറങ്ങിയ ലേറ്റസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയ മോട്ടോറോള ഫോണിൽ എഡ്ജ് 30ലും ഇതേ ചിപ്സെറ്റ് തന്നെയാണ്. മികച്ചൊരു ഫോൺ തന്നെയാണ്. അതുമായിട്ടുള്ള കമ്പാരിസണൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിരിക്കുക, വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തുടർച്ചയായിട്ട് ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണ്. ഇതാണ് ST778+ 6 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റാണ്. നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ OS ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നത്തിങ് OS ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായ നത്തിങ് OS ആണ്. പ്യുവർ ആൻഡ്രോയിഡുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു രീതിയിലാണ് നത്തിങ് OS അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ ഓക്സിജൻ OS ഒക്കെ പോലെ തന്നെ നമ്മളെ കാൾപ്പി തന്നെയായിരുന്നു ഓക്സിജൻ OSൻ്റെയും OnePlusൻ്റെയും ഒക്കെ പുറകിൽ. അദ്ദേഹം തന്നെയാണ് നത്തിങ്ങിൻ്റെയും പുറകിലായതുകൊണ്ട് തന്നെ ഒരു പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് തുല്യമായിട്ടുള്ള ഒരു OSുമായിട്ടാണ് വന്നിരിക്കുന്നത്. നത്തിങ് OS എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നത്തിങ് OS ഇനീഷ്യൽ ഇംപ്രഷനിൽ നത്തിങ് OS മികച്ച തന്നെയാണെന്നാണ് യൂസ് ചെയ്ത പലരുടെയും അഭിപ്രായം. നിങ്ങൾ ഒട്ടനവധി വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, അവരുടെ മറ്റു വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ അവർ മികച്ചൊരു അഭിപ്രായമാണ് നത്തിങ് OSനെ കുറിച്ചിട്ട് ഇനീഷ്യൽ ഇംപ്രഷനിൽ പറഞ്ഞിരിക്കുന്നത്. നത്തിങ് OS ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായ നത്തിങ് OS ആണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നത്തിങ് ഫോൺ 1ൽ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് മികച്ചൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ 3 വേരിയൻറ്റിലാണ് ഫോൺ വരുന്നത്. 8GB 128GB, 8GB 256GB, 12GB 256GB ആണ് സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ ഡാറ്റയും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം ഒക്കെ നൽകുന്നതാണ്. പിന്നെ LPDDR5 റാമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കാണുന്ന LPDDR5 റാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫും നമ്മുടെ കാര്യങ്ങളും വീഡിയോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് മികച്ചതായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മളെ ആപ്പ് ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് മികച്ചതായിട്ട് ലോഡിങ്ങും കാര്യങ്ങളും ഒക്കെ മികച്ചതായിട്ട് നടക്കും. LPDDR5 റാം ആയതുകൊണ്ട് തന്നെ. നത്തിങ് ഫോൺ 1ൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റായ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് നമുക്ക് നത്തിങ്ങിൻ്റെ ആദ്യ ഫോണായ നത്തിങ് ഫോൺ 1ൽ നൽകിയിരിക്കുന്നത്. 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് അവർ നത്തിങ് ഫോൺ 1ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചാർജർ വിത്തിൻ ദ ബോക്സ് ആയിട്ട് അവൈലബിൾ അല്ല. നമ്മൾ ആ ചാർജർ എക്സ്ട്രാ വാങ്ങിക്കണം.
ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ചാർജർ അവൈലബിൾ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഫോണിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, 5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും ഈ ഫോണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായ നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നിൽ ബാക്ക് സൈഡ് റിയർ സൈഡിൽ നമുക്ക് 2 ക്യാമറയാണ് ലഭിക്കുന്നത്. രണ്ടും യൂസ്ഫുള്ളായ നല്ല ക്യാമറകൾ തന്നെയാണ് ലഭിക്കുന്നത്. ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും f1.8 അപ്പറേച്ചറിലുള്ള സോണി IMX766 എന്ന മികച്ച ഒരു ക്യാമറ സെൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. ഒട്ടുമിക്ക ഫ്ലാഗ്ഷിപ്പ് ആയിക്കോട്ടെ, ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണുകളായിക്കോട്ടെ, നമ്മൾ സെൻസർ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മികച്ച ഒരു ക്വാളിറ്റി പിക്ചേഴ്സ് തരുന്ന ഒരു സെൻസറാണ് സോണി IMX766. അതാണ് പ്രൈമറി സെൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ തന്നെ സാംസങ്ങിൻ്റെ GN1 എന്ന f2.2 അപ്പറേച്ചറിലുള്ള ഒരു സെക്കൻഡറി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതൊരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസറാണ്. രണ്ടും യൂസ്ഫുള്ളായിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ആദ്യ നത്തിങ് ഫോൺ 1 നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിൽ റിയർ സൈഡിൽ അപ്പോൾ നമുക്ക് 2 യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഡമ്മി ആയ 2 മെഗാ പിക്സലിൻ്റെ ഡമ്മി ക്യാമറയൊക്കെ കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയൊന്നും ഈ കാര്യത്തിൽ നത്തിങ് ചെയ്തിട്ടില്ല. ഇനി ഫ്രണ്ട് ക്യാമറയെ നോക്കുകയാണെങ്കിൽ നമുക്ക് 16 MP ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. f2.5 അപ്പറേച്ചറിലുള്ള സോണിയുടെ തന്നെ IMX471 സെൻസറാണ് ഉപയോഗിച്ചിരുന്നത്. അതും ഓൾറെഡി മിക്ക ഫോണിൽ യൂസ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ക്യാമറ സെൻസറാണ്. നല്ല ക്വാളിറ്റി ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻസറാണ്. ഇനി നമുക്ക് വീഡിയോ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് 4K 30 FPS നമുക്ക് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മാക്സിമം റെസൊല്യൂഷൻ നമുക്ക് 4K 30 FPS നമുക്ക് സാധിക്കുക. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും 30 ഫ്രെയിം പെർ സെക്കൻഡിൽ 1080p വീഡിയോ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതൊരു പോരായ്മയാണ്. ഇത്ര ഹൈപ്പിൽ വന്നൊരു ഫോണിൽ 4K വീഡിയോ റെക്കോർഡിങ് ഫ്രണ്ട് ക്യാമറയിൽ നൽകിയിട്ടില്ല എന്ന് പറയുന്നത് പോരായ്മ തന്നെയാണ്. പിന്നെ നമുക്ക് സ്പീക്കർ സെഗ്മെൻറ്റ് പോവുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒട്ടനവധി ന്യൂനതകളും ഈ ഫോണിനുണ്ട്. ഇനി നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന പ്രൈസ് സെഗ്മെൻറ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. 128GB വേരിയൻറ്റിന് 32,999 രൂപ, അതായത് 33,000 രൂപയാണ് നത്തിങ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 256GBക്ക് 36,000 രൂപ, അതായത് 35,999 രൂപയാണ്. 256GBക്ക് 39,000 രൂപ, 38,999 രൂപയാണ് ഈ ഫോണിന് നത്തിങ് ഈടാക്കുന്നത്. ജൂലൈ 21 മുതൽ നമുക്ക് ഈ ഫോണ് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിക്കാൻ സാധിക്കും. പ്രീ ഓർഡർ ചെയ്ത ആളുകൾക്ക് 1000 രൂപ ഡിസ്കൗണ്ടിൽ ഈ ഫോൺ വാങ്ങിക്കാൻ സാധിക്കും. അതായത് 128 നിങ്ങൾക്ക് 31,999 രൂപയ്ക്കും, 256 34,999 രൂപയ്ക്കും, 256 37,999 രൂപയ്ക്കും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. നത്തിങ് ഫോൺ 1 എല്ലാവർക്കും അറിയാം 5G ഫോണാണ്. അതുകൊണ്ട് തന്നെ 12 5G ബാൻഡ്സാണ് നത്തിങ് ഫോൺ 1 സപ്പോർട്ട് ചെയ്യുന്നത്. നത്തിങ് ഫോൺ 1ൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മികച്ചൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് നത്തിങ് ഫോൺ 1 വരുന്നത്. നമുക്ക് ഫ്രണ്ട് ബാക്കും കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അലൂമിനിയം ഫ്രെയിമിലാണ് ഫോൺ വരുന്നത്. നമുക്ക് ഡെക്കറേഷൻ ലൈറ്റ് ഞാൻ ഡെക്കറേഷൻ ലൈറ്റ് എന്ന് വിളിക്കുന്നു, അവർ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് വിളിക്കുന്നു. നമുക്ക് ബാക്ക് ലൈറ്റ് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ലൈറ്റ് ഓണും ഓഫും ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് മോഡിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഇൻ്റർഫേസിലാണ് നത്തിങ് ഫോൺ വരുന്നത്. ഫ്രണ്ടും ബാക്കും കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ്. നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ന്യൂനതകൾ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. നത്തിങ് ഫോൺ 1 എന്തുകൊണ്ടാണ് ഞാൻ ഊതി വീർപ്പിച്ച ബലൂണാണെന്ന് പറയാൻ കാരണം, നത്തിങ് ഫോൺ 1ൻ്റെ ന്യൂനതകൾ, ഒന്നാമത്തെ ന്യൂനത അതിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് തന്നെ. അവർ പ്രൈസ് ചെയ്ത രീതി, ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രൈസ് ചെയ്ത രീതി ശരിയായില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഒരു 33 തൊട്ടിട്ട് 39 വരെയാണ് നത്തിങ് ഫോൺ 1ൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഫോണ് സ്നാപ്ഡ്രാഗൺ 888 തൊട്ടിട്ട് സ്നാപ്ഡ്രാഗൺ 870 വരെ വരുന്ന മികച്ച സ്പെക്സുമായിട്ട് വരുന്ന ഇതിലും മികച്ച സ്പെക്സുമായിട്ട് വരുന്ന ഫോൺസ് അവൈലബിൾ ആണ്. ഞാൻ ഈ നത്തിങ് ഫോൺ 1 സജസ്റ്റ് ചെയ്യുമായിരുന്നു.
സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഞാൻ നത്തിങ് ഫോൺ 1നെ ഇങ്ങനെ പറയില്ലായിരുന്നു. നത്തിങ് ഫോൺ 1 ഊതിയുറപ്പിച്ച ബലൂണാണെന്ന് ഉറപ്പായിട്ട് പറയില്ലായിരുന്നു. കാരണം നത്തിങ് ഫോൺ 1 മികച്ചൊരു ഫോൺ തന്നെയാണ്. അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. കിടിലൻ ഫോൺ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഈ ഒരു ഫോണിന് ഇത്ര ഒരു പ്രൈസ് സെഗ്മെൻറ്റ്, അതും ചാർജർ നമുക്ക് അവൈലബിൾ അല്ല. കാരണം ചാർജർ നമുക്ക് നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ ബ്രാൻഡഡ് ചാർജർ വാങ്ങണമെങ്കിൽ നമ്മൾ 2500 രൂപ എക്സ്ട്രാ പേ ചെയ്യണം. നമ്മുടെ വയർലെസ് ചാർജിങ് അവൈലബിൾ ആണെന്ന് പറയും. പക്ഷേ എങ്കിൽ വയർലെസ് ചാർജ് ഒരു നോർമൽ പേഴ്സണ് വയർലെസ് ചാർജ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സാധാ ചാർജർ തന്നെയാണ് ഏവർക്കും ആവശ്യം. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലാണ് ഞാൻ നത്തിങ് ഫോൺ 1ൻ്റെ കാര്യത്തിൽ ഞാൻ മൊത്തം ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് റിയൽമിയുടെ GT ഉണ്ട്, GT2 ഉണ്ട്, GT Neo 3 ഉണ്ട്, ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ നൽകുന്ന മോട്ടോയുടെ എഡ്ജ് 30 ഉണ്ട്. കാരണം സെയിം സ്പെക്സ് തന്നെയാണ് മോട്ടോ എഡ്ജ് 30ക്ക് വരുന്നത്. മോട്ടോ എഡ്ജ് 30യിൽ ഒരു ടോട്ടലി സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതിൽ വയർലെസ് ചാർജിങ് ഇല്ല, റിവേഴ്സ് ചാർജിങ് ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ടോട്ടലി സെയിം സ്പെക്ക് തന്നെയാണ് മോട്ടോ എഡ്ജ് 30യിൽ വരുന്നത്. അത് നമുക്ക് 30,000 രൂപയ്ക്ക് അവൈലബിളുമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ നത്തിങ് ഫോൺ 1 ഒരു ടോട്ടലി ഊതിയുറപ്പിച്ച ബലൂണാണെന്ന് പറയാൻ കാരണം നത്തിങ് ഫോൺ 1ൻ്റെ അവരുടെ ബ്രാൻഡിൻ്റെ അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആദ്യം അതിൻ്റെ ലീക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ വന്നത് 7th Gen 1 ആയിരുന്നു നമുക്ക് ലീക്ക് ചെയ്ത് കിട്ടിയ വിവരങ്ങളൊക്കെ. അപ്പോൾ അന്നേരം നമ്മൾ ടോട്ടലി അക്സെപ്റ്റബിൾ ആയിരുന്നു. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാലും അക്സെപ്റ്റബിൾ ആയിരുന്നു. പക്ഷേ ഇത് ടോട്ടലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. 39,000 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ 778+ എന്ന ചിപ്സെറ്റുമായിട്ട് വരുന്ന ഒരു ഫോൺ, അത് ചാർജറോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമുക്ക് ആ ഒരു 39,000 രൂപയുടെ ഫോണിന് നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 വെച്ച് കിട്ടുന്ന ഫോൺ നമുക്ക് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്, റിയൽമിയുടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ OnePlusൻ്റെ ഇനി ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഫോണുകളുണ്ട്, നമ്മുടെ ഷവോമിയുടെ ഫോണുകൾ വരാനുണ്ട്. അപ്പോൾ ഇതിൽ മികച്ച സ്പെക്സുമായിട്ട് വരുന്ന ഫോണുകളുണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഫോണുകളുണ്ട് നല്ല സ്പെസിഫിക്കേഷനുമായിട്ട് വരുന്ന. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ S20 FE ഇതിലും മികച്ച ഫോണാണ്. നമുക്കിപ്പോൾ 31,000 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആ ഫോൺ വാങ്ങാൻ കിട്ടും, ആമസോണും ഫ്ലിപ്കാർട്ടിൽ ആ ഫോൺ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഫോൺ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളൊരു ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 870 വെച്ച് വരുന്നൊരു ഫോണാണ് S20 FE. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നത്തിങ് ഫോൺ 1ലേക്ക് പോകണോ എന്നുള്ള കാര്യം ഐ ആം ടോട്ടലി ഫെഡ് അപ്പ് വിത്ത് ദാറ്റ്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ചാർജറില്ല, നമുക്ക് വയർലെസ് ചാർജ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നത്തിങ് ഫോൺ 1 ഒരു 30,000-ലാണ് ഫോൺ പുറത്തിറക്കിയിരുന്നത്. 30,000 തൊട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്കിൽ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. കാരണം ഒരു ചാർജർ ഇല്ലെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ടോട്ടലി ഡിസഗ്രി ആണ്. കാരണം ആൾട്ടർനേറ്റീവ്സ് നമുക്ക് ഒട്ടനവധി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നത്തിങ് ഫോൺ 1 മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു മറുവാക്കൊന്നുമില്ല. കാരണം ഞാനാണെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റീവായിട്ട് പോവുകയാണ് ചെയ്യുക.